എന്തൊക്കെ വന്നാലും നാട്ടിൽ കിട്ടുന്ന ബിരിയാണിയുടെ ടേസ്റ്റൊന്നും ഇവിടെ കിട്ടത്തില്ല. ഇവിടെ വന്നപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ടാക്കിയതും ബിരിയാണി തന്നെ. ബിരിയാണി എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ബിരിയാണി ഇഷ്ടപ്പെടാത്തതായിട്ട് ആരാണുള്ളത്? എളുപ്പത്തിലൊരു ബിരിയാണി തയ്യാറാക്കിയാലോ? 2 സവോള നന്നായിട്ട് നേർപ്പിച്ചരിഞ്ഞെടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഈ ചോപ്പറിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഒപ്പം തന്നെ 2 ടീസ്പൂൺ കേടും കൂടെ ചേർത്ത് കൊടുക്കുക. കഴുകി വെച്ചിരിക്കുന്ന മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഫ്രീസറിലേക്ക് വെക്കുക. ഒരു പാനിൽ സവോള വഴറ്റാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നേർപ്പിച്ചിട്ട് കൊടുത്ത് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ കുറച്ച് പഞ്ചസാരയും 2-3 ഏലക്ക കഷ്ണങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. സവോള വറുക്കാനെടുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഒന്ന് മാറ്റിയെടുത്ത് ഒരു പാനിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ മാറിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് സോട്ടാക്കി 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. പിന്നെ വീണ്ടും ഒന്ന് അടപ്പ് തുറന്ന് രണ്ടാമതൊന്ന് ഇളക്കി 1 മിനിറ്റും കൂടെ വീണ്ടും കുക്ക് ചെയ്യുക. ഇതൊന്ന് കുക്കായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു തക്കാളി ഇങ്ങോട്ട് നൈസായിട്ട് അരിഞ്ഞ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മസാലയിലോട്ട് ചേർക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം. 2 കപ്പ് അരി കഴുകി കുതിർത്തി മാറ്റി വയ്ക്കാം. ഇനി കുക്കറിലേക്ക് കുറച്ച് എണ്ണ ചേർക്കാം. ഞാൻ നേരത്തെ സവോള വറുത്ത എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 2 കഷ്ണം കറുവാപ്പട്ട, ഏലയ്ക്ക, കുറച്ച് കുരുമുളക്, പിന്നെ ഗ്രാമ്പു ഉണ്ടെങ്കിൽ അതും ചേർക്കാം. കുറച്ച് സവോളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. വഴറ്റി കഴിയുമ്പോൾ 2 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്ത് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വിസിൽ വന്നു കഴിയുമ്പം നമ്മുടെ ചോറ് പാതി വെന്തിട്ടുണ്ടാവും. ഇനി നമ്മുടെ മസാലയുടെ തീ അങ്ങോട്ട് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/4 ഭാഗം മസാല അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചോറ് ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചോറ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വറുത്ത് സവോളയും മല്ലിയിലയും പിന്നെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാലയും കൂടെ ആഡ് ചെയ്ത് നെക്സ്റ്റ് ലെയറാക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോറും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും സവോളയും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് നമ്മളൊരു 10 മുതൽ 20 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി റെഡിയായി. എത്ര എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്